ഹലോ എവരിവൺ, നമുക്ക് കളക്റ്റീവ് എനർജി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഒരു 3-4 ദിവസം മുന്നേ നമുക്ക് ഷൂമാൻ റെസൊണൻസിൽ ഒരു 70 ഇൻറ്റൻസിറ്റിയിലധികമായിട്ട് ലൈറ്റ് കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും അധികം ലൈറ്റ് നമുക്ക് വരുമ്പോൾ നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. എല്ലാതും നമുക്ക് ആ ദിവസം തന്നെ എടുക്കേണ്ടി വരില്ല. ചിലപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരുപാട് സ്ലീപ്പ് വേണ്ടി വരും. അങ്ങനെ സ്ലീപ്പ് പാറ്റേണിൽ നമുക്ക് വ്യത്യാസം കാണാൻ കഴിയും. ഇപ്പോൾ ഡിവൈൻ ഫെമിനിൻസിനാണെങ്കിൽ അവർ കുറേ കിടന്ന് ഉറങ്ങുന്നത് കാണാം. അതുകൊണ്ട് മാത്രം ആവണമെന്നില്ല. നമ്മുടെ ഡിവൈൻ മാസ്കുലിൻസിന് ട്രിഗേഴ്സും കാർമിക് ബ്രേക്ക് ഡൗൺസൊക്കെ നടക്കുമ്പോൾ അവർക്ക് എനർജി വേണ്ടതുകൊണ്ട് ഡിവൈൻ ഫെമിനിൻസിനെ ഈ സമയത്ത് ഉറക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് റെസ്റ്റ് വേണ്ടി വരും. പലർക്കും ഈ സമയത്ത് തന്നെ കുണ്ടലിനി ആക്ടിവേഷൻസ് ഉണ്ടാകുന്നത് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ കുണ്ടലിനി എനർജിയുടെ കൺട്രോളിലായിരിക്കും നിങ്ങളുടെ എല്ലാ മൂവ്മെൻറ്റും നടക്കുന്നത്. കുണ്ടലിനി തന്നെ നിങ്ങൾക്ക് ലെസൺസ് തരുന്നുണ്ടാവും. ഓരോ സിറ്റുവേഷനിൽ നിങ്ങളെ കൊണ്ടിട്ടിട്ട് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ ലെസൺസ് കുണ്ടലിനി എനർജി തരാം. അതുവഴി നിങ്ങൾക്ക് പല ട്രിഗറുകളും ഉണ്ടാകാം. എന്നാലും നമ്മൾ ആ എനർജി പറയുന്നതിനനുസരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു പ്രൊട്ടക്ഷനാണ്. കുണ്ടലിനി എനർജി ആക്ടിവേറ്റ് ആകുന്ന സമയത്ത് തന്നെ നമുക്ക് ഡാർക്ക് അറ്റാക്സ് കൂടുന്നത് കാണാൻ കഴിയും. അതിന് കാരണം എന്ന് പറയുന്നത് ആ എനർജീനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര ഡാർക്ക്നെസ് വേണ്ടി വരുന്നുള്ളത് കൊണ്ടാണ്. ഇതെങ്ങനെ എനിക്ക് പറഞ്ഞു തരാൻ കഴിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്രമാത്രം ഡിവൈൻ എനർജി നിങ്ങളുടെ ഉള്ളിൽ ഉള്ളപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അത്രമാത്രം ഡയറക്ഷൻ ഉണ്ട്. ആ എനർജി പറയുന്നത് അനുസരിക്കുക തന്നെ വേണം. അത് അനുസരിച്ചിട്ടില്ലെങ്കിൽ നേരെ ചെന്ന് വീഴുന്നത് എന്തായിരിക്കും? ഈ ഡാർക്ക് അറ്റാക്കിലായിരിക്കും. അപ്പോൾ നമുക്ക് അത്രമാത്രം നമ്മൾ ആ ഒരു ട്രസ്റ്റ് ഈ ഡിവൈൻ എനർജിയിൽ വെക്കണം. ഈ പ്രപഞ്ചമാണ് നമ്മുടെ രക്ഷിതാവെന്ന് പറയുന്ന പോലെ ആ പ്രപഞ്ചം പറയുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മൾ ആ ഒരു വൂമ്പ് സ്പേസിലാണ് നമ്മൾ നോക്കുന്നത്. ആ എനർജിയാണ്. അപ്പോൾ ഒരു ചെറിയ കുട്ടി ഒരു വൂമ്പിലിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാ കൺട്രോളും അതിൻ്റെ അമ്മയ്ക്ക് കൊടുക്കില്ലേ, എന്നിട്ട് എല്ലാം സറണ്ടറായിട്ട് ഇരിക്കും. അതുപോലെ തന്നെയാണ് കുണ്ടലിനി എനർജി ആക്ടിവേറ്റ് ആയ ഒരാളെ, അതുപോലെ ആ ഒരു കുട്ടി തൻ്റെ രക്ഷിതാവ് പറയുന്നത് എത്രമാത്രം സറണ്ടറായി അനുസരിക്കുന്നോ അതുപോലെ ആ എനർജി പറയുന്നത് അനുസരിക്കേണ്ടി വരും. പിന്നെ എനിക്ക് ഇപ്പം അടുത്ത് കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാകുന്നൊരു വ്യത്യാസമാണ്. നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പുതിയ രീതിയിൽ ചെയ്യാൻ തോന്നാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സ്റ്റക്കായിരിക്കുന്ന ഒരുപാട് എനർജികൾ പുറത്തേക്ക് വിടാനുള്ളൊരു ആഗ്രഹം തോന്നാം. ക്രിയേറ്റിവിറ്റി കൂടെ ആയാലും 2-3 ദിവസം മുന്നേ ഡിവൈൻ ഫെമിനിൻസ് വളരെ സ്റ്റക്കായിരുന്നു എന്നുള്ളതാണ്. ആഴ്ചകളായി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റൂ. 3-4 ദിവസം മുന്നേ തന്നെ എനർജി വരുമ്പോൾ ഒരുപാട് സിംറ്റംസ് ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് ഇന്നർ യൂണിയനിലേക്കൊക്കെ എത്തിയ ഡിവൈൻ ഫെമിനിൻസിന് അവരുടെ വൂമ്പ് സ്പേസ്, ത്രോട്ട് ചക്ര, അത് രണ്ടും ആക്ടിവേറ്റ് ആവുന്നതായിട്ട് കാണാൻ കഴിയും. അവരുടെ വൂമ്പിൽ പൾസേഷൻസ് ഉണ്ടാവുന്നതും തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന പോലെ തോന്നുന്നതും, അവർക്ക് എന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിച്ചിട്ട് ആ തൊണ്ടയൊന്ന് എനക്കാനൊക്കെ തോന്നുന്നതും കാണാൻ കഴിയും. ഒരു ഇൻഹെറൻ്റ് ആയിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ, പുറത്തു വിടാനുള്ള ആ ഒരു അതിയായ ആഗ്രഹം എന്ന് തന്നെ പറയാം, അത് വരുന്നത് കാണാം. ഏത് ശബ്ദമായാലും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് മൂളാനും ഒക്കെ തോന്നാം. അത് നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അതിൻ്റെ പഴയ പാറ്റേൺസൊക്കെ ബ്രേക്ക് ചെയ്ത് പുറത്ത് വരുന്നതിൻ്റെ ഒരു സൂചനയാകാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഒരുപാട് ആൾക്കാർ നിങ്ങളിങ്ങനെ ഒരു വലിയൊരു റെസ്റ്റ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ പാറ്റേൺസൊക്കെ മുഴുവനായിട്ട് നിങ്ങളുടെ ബോഡി ക്ലിയർ ചെയ്ത് പോകുന്നത് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളെ ഫാസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജേണിയിൽ ഞാൻ ഏറ്റവും വലുതായിട്ട് ഫാസ്റ്റ് ചെയ്ത ദിവസങ്ങൾ ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിരുന്നു. ഞാൻ കരുതും എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഡിവൈനിൽ നിന്ന് ആ ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ കരുതും. പക്ഷേ എനിക്ക് സൂചന കിട്ടിയില്ല. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനായിട്ട് ആ ഒരു ഡിവൈൻ എനർജിക്കെതിരെ പോയിട്ട് ഞാൻ എന്തെങ്കിലും
ചെയ്യുകയാണ് ചെയ്തത്. കാരണം അത്രയും ഒരു പുഷായിരുന്നു. ഇങ്ങനെ ഫാസ്റ്റ് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ആ പഴയ പാറ്റേൺസൊക്കെ ക്ലിയർ ചെയ്ത് പോവുകയാണ്. ഉറങ്ങിയാൽ തന്നെ ഞാൻ കാണുന്നത് എന്തായിരുന്നു, ഒരു ബന്ധമില്ലാത്ത ഷാലോ ആയിട്ടുള്ള സ്വപ്നങ്ങൾ, അധികം ആഴമുള്ളതൊന്നല്ല, അറിയാവുന്ന ആൾക്കാർ പക്ഷേ വളരെ നോർമലായിട്ട് നിത്യജീവിതത്തിൽ സംഭവിക്കാവുന്ന കഥകൾ, അവരുടെ കൂടെ ഷോപ്പിങ്ങിന് പോലും പണ്ടത്തെ ആളുകളൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കലും. അപ്പോൾ അതൊക്കെ കാർമിക്സാണ്. UP ഹൈസ്കൂളിൽ ഒക്കെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സായിരിക്കാം. ഇപ്പോൾ നഴ്സറിയിലുള്ള കാര്യങ്ങൾ വരെ നിങ്ങൾ കാണാം. അത് അത്രയും ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുന്നത് കൊണ്ടാണ്, റിലീസ് നടക്കുന്നത് കൊണ്ടാണ് ഈ സമയം. പിന്നെ പറയുന്നത് കാർമിക് ട്രിഗേഴ്സ് നിങ്ങൾ ഹീൽ ചെയ്തു കഴിഞ്ഞു എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു വരാം. പക്ഷേ ഇപ്രാവശ്യം തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കധികം ഇമോഷണൽ റിയാക്ഷനൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ പലപ്പോഴും യൂണിവേഴ്സ് നിങ്ങളുടെ കഴിവിൻ്റെ അങ്ങേയറ്റത്തേക്ക് നിങ്ങളെ പുഷ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കാം. പലരും ഈ ടെസ്റ്റിൽ വിജയിക്കാം. ഞാനീ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഫാസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കരുതിയില്ല ഇത്രയധികം എനിക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. എന്നാലും എൻ്റെ ആ ഒരു ലിമിറ്റ് കഴിഞ്ഞു, ഞാൻ ഫാസ്റ്റ് ചെയ്ത് പോയി. ഞാൻ യൂണിവേഴ്സിനെ എനിക്ക് അത്രയ്ക്കും അനുസരിക്കാൻ പറ്റിയ സമയത്ത് കഴിവിൻ്റെ പരമാവധി ഞാൻ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി, എൻ്റെ ലൈറ്റും ഷാഡോയും ആ സമയത്ത്. അതുപോലെ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളേറെയായി ഈ സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വളരെ വിജയകരമായിട്ട് തന്നെ, അല്ലെങ്കിൽ സംതൃപ്തി കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുസരിക്കാൻ സാധിക്കും. ഹീലിങ്ങിന് വേണ്ടിയിട്ട് സറണ്ടർ ആകാൻ സാധിക്കും. കാർമിക് ട്രിഗേഴ്സ് കൂടാം. അത് നിങ്ങളുടെ എനർജി മാറിക്കൊണ്ടിരിക്കുകയാണ്. DM എനർജിയിൽ നിന്ന് DFിലേക്കും, DF എനർജിയിൽ നിന്ന് DM എനർജിയിലേക്കും നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ DM എനർജിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഡാർക്ക് മാസ്കുലിൻ എനർജിയുള്ള നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളിൽ നിന്നും അധികം ട്രിഗർ ഉണ്ടായാലും നിങ്ങൾക്കത് ഏൽക്കില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് DF എനർജിയിലുള്ള ആൾക്കാരെ ട്രിഗേഴ്സ് ബാധിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാം. പിന്നെ നിങ്ങൾ DF എനർജിയിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റിവിറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ സ്പിരിച്വൽ സൈഡ് തിരിച്ചു വരും. അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ ഏറ്റവും കഴിവ് കുറയുന്നത് DM പൊളാരിറ്റിക്കായിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് DF എനർജിയിലുള്ള പഴയ ട്രിഗറുകളും തിരിച്ചു വരാം. ഡാർക്ക് ഫെമിനിൻ പൊളാരിറ്റിയിലുള്ള ആരെങ്കിലും കോഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പാരൻസൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് പഴയ ട്രിഗർ വീണ്ടും തിരിച്ചു വരാം. പക്ഷേ നിങ്ങളിപ്രാവശ്യം നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ എനർജി നിങ്ങൾ ഹീൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് അധികം ഇമോഷണൽ ആവുന്നില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ എനർജി പുറത്തേക്ക് പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ഒന്ന് റിസ്ട്രെയിൻഡ് ആയിട്ട് നിൽക്കാൻ കഴിയും. അതിന് കാരണം അത് നിങ്ങൾ സെൽഫ് റിഫ്ലക്ഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ടും ഇന്നർ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും നിങ്ങളുടെ സെൽഫ് ലവ് കൂടിയിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനും നിങ്ങൾ മൂല്യം കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് മൂല്യം കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ എനർജിക്ക് മൂല്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാർമിക് ആയിട്ടുള്ള പാറ്റേൺസും ആൾക്കാരും ഇപ്രാവശ്യം പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈഫിൽ നിന്ന്. പഴയ പോലെയല്ല. പഴയ പോലെയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുമായിരുന്നു, നമുക്ക് കാർമിക് ട്രിഗർ ഉണ്ടാക്കും, നമ്മൾ ആ ട്രിഗറുകൾ പഠിക്കും, ഇന്നർ വർക്ക് ചെയ്യും, നമ്മൾ പാറ്റേൺ ബ്രേക്ക് ആക്കും, അങ്ങനെ പോകും. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറയുന്നത് അവരെ മുഴുവനായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് മാറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും. പരിസ്ഥിതിയിലും ഉണ്ടാകുന്നൊരു ഷിഫ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. കുറച്ചുകൂടി നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് നിങ്ങളെ നയിക്കും. കാരണം അവിടെയാണല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ അലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുമായി കണക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ഒരുപാട് ആൾക്കാർക്കൊന്നും നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എനർജിയിലുണ്ടാകുന്ന ചേഞ്ചും സ്പിരിച്വൽ അവേക്കനിങ് ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അത്തരത്തിലുള്ള ട്രിഗറുകളൊക്കെ കിട്ടുമ്പോൾ മുൻപൊക്കെ ആണെങ്കിൽ അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുമായിരുന്നു. നിങ്ങളുടെ സത്യം തുറന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ട്രിഗറുകൾ കൂടുന്നതായിട്ട് തോന്നും. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾക്ക് തുറന്ന് പറയുമ്പോഴായിരിക്കും കുറയുന്നതായിട്ട് തോന്നുക. കാരണം
അത് ഡിവൈൻ നിങ്ങൾ ആ ഒരു പൊസിഷനിൽ നിർത്തിയത് കൊണ്ടാണ്. നിങ്ങൾക്കിനി സത്യം തുറന്ന് പറഞ്ഞാൽ മാത്രമാണ് അതൊരു പ്രൊട്ടക്ഷനായിട്ട് വരുന്നത് എന്നുള്ള ഒരു കാര്യം ഡിവൈൻ നിങ്ങളോട് പറയുകയാണ്. മുൻപൊക്കെ നിങ്ങൾക്ക് സത്യം തുറന്ന് പറയുമ്പോൾ, നിങ്ങളുടെ സോൾ പർപ്പസിലാണെങ്കിലും സത്യം തുറന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ പരിസ്ഥിതിയിലുള്ള ആളുകൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടോ, അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹീലിങ്ങിന് തടസ്സം സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെ നിങ്ങൾക്കുണ്ടാകാം. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടും നഷ്ടപ്പെടുന്നതായിട്ട് കാണാം. അതായത് നിങ്ങളുടെ സോൾ ഫാമിലിയും അകന്നു പോകുന്നതായിട്ട് തോന്നാം, നിങ്ങളുടെ കാർമിക് അറ്റാക്കും കൂടുതലായിട്ട് വരുന്നത് തോന്നാം, നിങ്ങളുടെ ആ ഒരു മനസ്സമാധാനം നഷ്ടപ്പെടുന്നതായിട്ട് തോന്നാം. അപ്പോൾ അത് ഒരു രണ്ടും ലോസായി പോകുന്നൊരു സിനാരിയോ ആണല്ലേ. വിജയം വരില്ല, എങ്ങനെയായാലും വിജയം വരില്ല. നമുക്ക് സത്യം തുറന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ സോൾ ഫാമിലി ഉണ്ടാകും നമ്മുടെ കൂടെ, അല്ലെങ്കിൽ നമുക്കൊരു സോൾ പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും, അലൈൻഡ് ആയിട്ടുള്ള സോൾസിനെ അട്രാക്റ്റ് ചെയ്യാനും കഴിയും. അത് നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് ജേണിയിൽ മുന്നേറുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളോട് കുറച്ചുകൂടി ലീഡർഷിപ്പിൽ മുന്നോട്ട് പോകാനും നിങ്ങളുടേതായ പരിസ്ഥിതിയിൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കാനും ഗ്രൗണ്ട് ചെയ്യാനും പറയുകയാണ് ചെയ്യുന്നത്. കാർമിക്കിനെ പറ്റിയിട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാർമിക്സ് എപ്പോഴും ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കുള്ളൂ. ഏതൊരവസ്ഥയിലും നിങ്ങൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവർ നിങ്ങൾക്ക് അടുത്ത ഡിസപ്പോയിൻറ്റ്മെൻറ്റ് എങ്ങനെ തരാം എന്നുള്ളൊരു കാര്യം ചിന്തിക്കുള്ളൂ. അത് എന്ത് ആയാലും അവർ കോൺഷ്യസ് ആയാലും അൺകോൺഷ്യസ് ആയി ചെയ്യുന്നതായാലും എപ്പോഴും നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ഉണ്ടാക്കുള്ളൂ. നിങ്ങളെപ്പോഴും സംരക്ഷിക്കുന്നതും നോക്കുന്നതും ആ ഡിവൈൻ എനർജി തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്പിരിച്വൽ അവേക്കനിങ്ങിലുള്ള ഒരാൾ എപ്പോഴും ഈ ഡിവൈൻ എനർജീനെ ചൂസ് ചെയ്യണം. നമ്മൾ നല്ലത് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശാന്തിയോടെ ഇരിക്കാം, നല്ല കാര്യങ്ങൾ നമുക്ക് സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ റണ്ണറും ചേസറും കളഞ്ഞിട്ട് നമ്മളൊരു ചൂസർ ആവുക, നമ്മൾ ഡിവൈൻ എനർജിയെ ചൂസ് ചെയ്യുന്ന ആളാവുക, നല്ല കാര്യങ്ങൾ ചൂസ് ചെയ്യുന്ന ആളാവുക. നമ്മളത് അർഹിക്കുന്നുണ്ട്. കാരണം കാർമിക്സിനെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാർഡ് എടുത്ത് നോക്കാം. അതിന് മുന്നേ നമുക്ക് അസെൻഷൻ സിംറ്റംസ് പറയാം. പ്രത്യേകിച്ചും എനിക്ക് കാണാൻ കഴിയുന്ന അസെൻഷൻ സിംറ്റംസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ത്രോട്ട് ചക്രയിലുണ്ടാകുന്ന അപ്ഗ്രേഡും വൂമ്പിലുണ്ടാകുന്ന അപ്ഗ്രേഡും ആണ്. ശരീരത്തിലൂടെ എനർജി ഫ്ലോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. ഷോൾഡർ പെയിൻ, നെക്ക് പെയിൻ ഒക്കെ ഉണ്ടാകുന്നത് കാണാൻ കഴിയും. ക്രൗൺ ചക്രയിൽ ചൊറിച്ചിൽ നിങ്ങൾക്ക് ഉണ്ടാവാം. ഈ സമയം ലോവർ ബെല്ലി അല്ലെങ്കിൽ ബാക്ക് പെയിൻ നിങ്ങൾക്കുണ്ടാവുന്നത് കാണാൻ കഴിയും. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, 2-3 ദിവസം മുന്നേ കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള എനർജി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്രയിൽ ഒരുപാട് ആക്ടിവേഷൻ നടക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഡിവൈൻ ഫെമിനിൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ മാസ്കുലിൻ എനർജിയിൽ ഉള്ള ഇൻക്രീസും കോൺഫിഡൻസിലുള്ള ഇൻക്രീസും ഒക്കെ ഇപ്പോൾ അല്ലെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ മാറ്റങ്ങൾ കാണാൻ കഴിയും. സ്വന്തമായി ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു സെൽഫ് പതുക്കെ നിങ്ങളിൽ ഉണ്ടായിത്തീരുന്നതും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആളുകളുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരുടെ പെരുമാറ്റം അത്രയധികം പേഴ്സണലി എടുക്കില്ല. കാരണം നിങ്ങളുടെ ഓരോ വാക്കിനും ഓരോ എനർജി എക്സ്ചേഞ്ചിനും നിങ്ങൾ മൂല്യം വയ്ക്കുന്നത് കാണാൻ കഴിയും. കൂടാതെ അത് നമ്മുടെ ഡിവൈൻ എനർജിയെ ചൂസ് ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ പറയുകയാണ്. നിങ്ങളുടെ അലൈൻമെൻറ്റിൽ വരുന്നൊരു കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്തു. അതുകൊണ്ട് അതിനും താഴെ വരുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എനർജി കൊടുക്കില്ല എന്നുള്ളൊരു കാര്യം, നിങ്ങൾ തൽക്കാലത്തിന് പല എൻവിയോൺമെൻറ്റിൽ നിങ്ങൾക്ക് പോവേണ്ടി വന്നാലും അത് നമ്മൾ കാർമിക്സിനെ ബോധ്യപ്പെടുത്താനുള്ള ആ ഒരു തൻ്റെ ഇടം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി നമുക്ക് കുറച്ച് കാർഡുകളെടുത്ത് നോക്കാം. അതിന് മുന്നേ എനിക്ക് മെയിനായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്റ്റീവ് എനർജി എന്നുള്ള ആ ഒരു എഫക്റ്റ് ട്വിൻ ഫ്ലെയിംസിനെയും
നിങ്ങളെ ഡിവൈൻ സോൾസിനെ നിങ്ങളെ ബാധിക്കുന്നുണ്ട് ഒരുപാട്. അതുകൊണ്ട് ആളുകളിൽ നിങ്ങളെ മനസ്സിലാക്കാണ്ടിരിക്കുമ്പോഴും അവരുടെ നെഗറ്റിവിറ്റിയും അവർ നിങ്ങൾക്ക് മൂല്യം വയ്ക്കാതിരിക്കുമ്പോഴും നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ജേണി അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുമ്പോഴും ഒക്കെ അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും നെഗറ്റീവ്ലി. അപ്പോൾ അതൊന്ന് നോക്കുക. നിങ്ങളുടെ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നിടത്ത് ചെയ്യുക. ചിലപ്പോൾ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതിൻ്റെ അല്ല, അതേ സമയം കളക്റ്റീവ് എനർജിയാണ്. അതുകൊണ്ട് കൂടുതലും ഒരു സെൽഫ് ഫോർഗിവ്നെസ്, കമ്പാഷൻ ഒക്കെ വയ്ക്കുക. അപ്പോൾ കളക്റ്റീവ് എനർജിയാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എനർജി ക്ലിയർ ചെയ്യാൻ കഴിയും. സ്വന്തം എനർജി എന്താണെന്നും ചോദിക്കുക. സ്വയം ഒരു സെൽഫ് ടോക്ക് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ആ ഒരു എനർജി മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് കുറച്ചൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. നമുക്ക് സെൽഫ് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ സ്വയം തന്നെ ആ ഒരു സെൽഫ് ടോക്ക് ചെയ്ത് അത് മാറ്റാനും, ലവ് വേണ്ട ഭാഗങ്ങൾക്ക് അത് കൊടുക്കാനും, റീഅഷുറൻസ് വേണ്ട ഭാഗങ്ങൾക്ക് അത് കൊടുക്കാനും സാധിക്കും. അപ്പോൾ തന്നെ നമ്മുടെ എനർജി കുറച്ചൊക്കെ ഒന്ന് ഗ്രൗണ്ട് ആവും, കുറച്ചൊക്കെ ഒന്ന് സ്റ്റേബിൾ ആവും, സമാധാനത്തിലാവും എന്ന് പറയാം. ഒരുപാട് എനർജി യൂണിവേഴ്സിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഗ്രൗണ്ട് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതിപ്പോൾ എവിടെയാണെന്നൊന്നുമില്ലാണ്ട് ചിലപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ഗ്രൗണ്ട് ചെയ്യിപ്പിക്കാം. അത് പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല നിങ്ങൾ ഗ്രൗണ്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ അവരിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കാം. നിങ്ങൾക്ക് കുണ്ടലിനി ആക്ടിവേഷനിലാണെങ്കിൽ കുണ്ടലിനി എനർജി നിങ്ങളെ എവിടെ വേണമെങ്കിലും വെച്ച് ഗ്രൗണ്ട് ചെയ്യിപ്പിക്കാം. അപ്പോഴൊക്കെ പലർക്കും നിങ്ങൾക്ക് സുഖമില്ല എന്നൊക്കെയുള്ള ഒരു തോന്നലാണ് വരിക എന്നുള്ളത് നമുക്ക് പറയാം. എങ്കിലും അവരുടെ തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, ആളുകൾ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ എന്നുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ത്രോട്ട് ചക്ര ക്ലിയർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ അത് നടക്കുന്നത്. നിങ്ങളുടെ വൂമ്പ് അല്ലെങ്കിൽ അവിടെ ക്രിയേഷൻ നടക്കുന്നുണ്ട്. ആ വൂമ്പും ത്രോട്ട് ചക്രയും എന്താണ് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ നടക്കുന്നത് ത്രോട്ട് ചക്ര വഴിയാണ്, ക്രിയേഷൻ നടക്കുന്നത് വൂമ്പ് വഴിയാണ്. അപ്പോൾ ഇത് രണ്ടും ഈ സമയത്ത് ക്ലിയർ ചെയ്യുന്നത് വഴി ആളുകൾ എത്രമാത്രം തെറ്റിദ്ധരിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്രിയേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള സെൽഫായിട്ട് നമുക്ക് ഈ മെട്രിക്സിൽ നമ്മുടെ എനർജിയിൽ നിൽക്കാൻ കഴിയും, നമ്മുടെ ഹോമിൽ നിൽക്കാൻ കഴിയും. അപ്പോൾ കുറച്ച് കാർഡുകൾ എടുക്കാം. ഞാനുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എനർജി എന്താണ്? മിറാക്കിൾസ്. എക്സ്പെക്റ്റ് ദ വണ്ടേഴ്സ് ടു എമർജ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാർഡാണ് നമുക്ക് കിട്ടിയത്, മിറാക്കിൾസ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്ന, ഞാൻ എക്സ്പ്രസ് ചെയ്യാണ്ട് പോയ ഒരു കാര്യമാണ് മിറാക്കിൾസ് നടക്കുന്നു എന്നുള്ളത്. ഈ സമയത്ത് നടക്കുന്ന എനർജി ഒന്നും നമ്മുടെ കയ്യിലല്ല, ഡിവൈൻ്റെ കയ്യിലാണ്. ഒരുപാട് മിറാക്കിൾസ് നടക്കുന്നുണ്ട്. സറണ്ടർ ചെയ്യുന്നതിനനുസരിച്ചിട്ട്, റെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് അപ്ഗ്രേഡ് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. റെജുവിനേറ്റിംഗ് റെയിൻ, ക്ലിയർ ദ പാസ്റ്റ്, ഹീൽ ദ പ്രസൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പാറ്റേൺസ് ഹീൽ ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മുടെ പാസ്റ്റ് മുഴുവൻ ക്ലിയർ ചെയ്യാണ്. നിങ്ങൾ ഇന്നർ യൂണിയനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രസൻറ്റിലിരിക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഹാർട്ടേക്ക് പണ്ട് വന്നിട്ടുണ്ടാവാം. അതൊക്കെ ഇനി നമുക്ക് വിട്ട് കളയണം. പാസ്റ്റൊക്കെ മുഴുവനായിട്ട് തന്നെ വിട്ട് കളയണം. അപ്പോൾ എനിക്കാണെങ്കിലും സ്വപ്നത്തിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായി. എൻ്റെ UP സ്കൂളിൽ പഠിക്കുന്ന ആൾ, പിന്നെ എൻ്റെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ആൾ, അങ്ങനെ എല്ലാ ലെവലിലും ഉള്ള എല്ലാവരെയും മിക്കപ്പോഴും എനിക്ക് കുറേ ഡ്രീംസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഇപ്പം അടുത്ത് ആരൊക്കെയായിട്ട് ഷോപ്പിങ്ങിന് പോണതും അങ്ങനെ ചെറിയ മെട്രിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഡ്രീംസ് എനിക്ക് ഒരുപാട് വരുന്നുണ്ടായി. അതൊക്കെ പാസ്റ്റ് ക്ലിയർ ചെയ്യുന്നതാണ്. ഇതിനും ഒന്നും വലിയ അർത്ഥം കൊടുക്കേണ്ട കാര്യമില്ല. പകരം സറണ്ടർ ചെയ്യുക. ബ്ലെസ്സിങ്സ് ആർ ഷവറിങ് ഇൻ ടു യുവർ ലൈഫ്. അപ്പോൾ ഇപ്പോൾ വരുന്ന ഒരുപാട് ബ്ലെസ്സിങ്സ് ഇപ്പോൾ വരുന്ന എനർജിയിലുണ്ട്. എനർജി വരുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നത് ജോയ് ആൻഡ് ഡിലൈറ്റ്. ഓപ്പൺ യുവർ ഹാർട്ട് ടു ജോയ്. നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻസ് ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നിങ്ങളുടെ ടൈം ലൈൻ പുതിയതായിട്ട് ചേഞ്ച് ആവാണ്. അപ്പോൾ പുതിയ ഫ്രീക്വൻസിയിൽ, പുതിയ ടൈം ലൈനിലിരുന്ന് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യുന്നതൊക്കെ വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് തന്നെയായിരിക്കും. നിങ്ങളുടെ ഹാർട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ട്രിഗർ വന്നാലും നിങ്ങളുടെ വഴിയിൽ അതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാലോ. അപ്പോൾ ഫാർ അവേ പ്ലേസസ്, നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സമയം ഇപ്പോൾ റെഡിയാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് നിന്നാലും നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസും ന്യൂ ഡോർസൊക്കെ
തുറക്കുന്നതായിട്ട് കാണാൻ കഴിയും. പിന്നെന്താണ് ഡിവൈൻ ഫെമിനിൻസിന് എന്താണ് പിന്നെ വരുന്നത് ലൈഫിലേക്ക്? ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് ബൈ ഏഞ്ചൽസ്, യു ആർ ചെറിഷ്ഡ് ബൈ ഏഞ്ചൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളത് ഡിവൈൻ പ്രൊട്ടക്ഷൻ ആണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ അപ്ഗ്രേഡ്സിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഒരുപാട് ഡിവൈൻ പ്രൊട്ടക്ഷനാണ് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് സ്റ്റേറ്റിലുള്ളതെന്ന് നമുക്ക് പറയാം. ബാക്കി ഒരുപാട് മിറാക്കിൾസും ഒക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനിലാണ് ഇരിക്കുന്നത്. പുതിയ ഹോറിസോൺസും പുതിയ വാതിലുകളും ഒക്കെ തുറക്കുന്നതൊക്കെ നിങ്ങൾക്ക് വരാനിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കേണ്ട. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നതും നിങ്ങൾ വർക്ക് ചെയ്യുന്നതൊക്കെ ഒരുപോലെ തന്നെയാണ്. ഡിവൈൻ ഫെമിനിനുള്ള ഉപദേശം. ഇപ്പോൾ ഡിവൈൻ ഫെമിനിനുള്ള ഉപദേശം ക്ലാരിറ്റി ഓഫ് ബിലീഫ്. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ ക്ലാരിറ്റി വയ്ക്കുക, നിങ്ങൾ ഇല്യൂഷനിലേക്ക് വീഴാണ്ട് നോക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. മൈൻഡിൽ ഈ സമയം കളക്റ്റീവ് എനർജി വരുന്നത് കൊണ്ട് പല രീതിയിലുള്ള ഓവർ തിങ്കിങ്ങും വരാം, പല രീതിയിലുള്ള ഭയങ്ങളും വരാം. എന്നാലും അതൊന്നും നിങ്ങളുടേതല്ല. അപ്പോൾ എന്താണ് നിങ്ങളുടേതെന്നുള്ളൊരു ക്ലാരിറ്റി വയ്ക്കുക. പലപ്പോഴും നിങ്ങളുടേതായിട്ട് ഡിവൈൻ ലവും എനർജിയും ജോയ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് ഉണ്ടാവുക. ബാക്കി പുറത്തുനിന്ന് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ ലവും ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ബാക്കി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി തരുന്ന എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എനർജി അല്ല, അത് കളക്റ്റീവ് എനർജിയാണ്. ഡിവൈൻ ഫെമിനിനുള്ള ഒരു ഉപദേശം ലവ് എബൗണ്ട്. നിങ്ങളുടെ ചുറ്റിലും ലവ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ലവ്ഡാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഡിവൈൻ ഫെമിനിനുള്ള ഉപദേശം. ഡിവൈൻ മാസ്കുലിൻ്റെ എനർജിയും നിങ്ങളുടെ എനർജിയും ഏകദേശം ഒരുപോലെ ഇരിക്കും. നിങ്ങൾ ഡിവൈൻ മാസ്കുലിൻസിൻ്റെ എനർജി പിക്കപ്പ് ചെയ്യാം. ഡിവൈൻ ഫെമിനിൻസിന് നിങ്ങളുടേതായിട്ട് വലിയ ട്രിഗേഴ്സ് ഒന്നും ഈ സമയത്ത് കിട്ടിയില്ലെങ്കിലും മാസ്കുലിൻ്റെന്ന് അവിടെ നിന്ന് വരുന്ന ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകാം. എന്താണ് ട്വിൻ ഫ്ലെയിം യൂണിയനിൽ ഇപ്പോൾ നടക്കുന്നത്? ചക്ര ബാലൻസിങ്. അപ്പോൾ നിങ്ങളുടെ ചക്രകൾ ബാലൻസ് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് എനർജി ക്ലിയറിങ്ങും നടക്കുന്നുണ്ട്. ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നത്? ഡിവൈൻ മാസ്കുലിൻ സപ്പോർട്ട്സ് അവർ ആക്റ്റീവ്, ഫോക്കസ്ഡ് ആൻഡ് സ്ട്രോങ് സൈഡ്. ട്രാൻസ്ഫോം യുവർ ഡ്രീംസ് ഇൻ ടു ഫോം. നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിനിൽ വർക്ക് നടക്കുന്നുണ്ട്. പുറത്തുള്ള മാസ്കുലിൻ എനർജിയിലായാലും നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ മാസ്കുലിൻ എനർജിയിലായാലും വർക്ക് നടക്കുന്നുണ്ട്. ഡിവൈൻ മാസ്കുലിൻ എനർജി എന്താണ്? നമ്മുടെ ആക്ഷനും ഫോക്കസും നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു സൈഡൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ മെറ്റീരിയലൈസ് ചെയ്യാൻ ഡിവൈൻ മാസ്കുലിൻ എനർജി സഹായിക്കും. ഡിവൈൻ മാസ്കുലിൻസിന് ഫെമിനിനോട് ഉള്ള എനർജി അപ്പോൾ ഡിവൈൻ മാസ്കുലിൻസിന് ഫീൽ ചെയ്യുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, ഡിവൈൻ മാസ്കുലിന് റീഗ്രറ്റാണുള്ളത്. അവർ ഇത്രയും കാലം അവരുടെ ആ ഒരു സെൽഫിനെ ഡിവൈൻ ഫെമിനിൻസിൽ നിന്ന് മറച്ചു വെച്ചില്ലേ, തുറന്ന് പറയാതിരുന്നില്ലേ, വൾണറബിൾ ആയില്ലല്ലോ. അപ്പോൾ ഡിവൈൻ മാസ്കുലിന് ഇപ്പോൾ അതൊക്കെ ഫീൽ ചെയ്യാണ്. ഐ ആം സോറി, ഐ ഹെൽഡ് മൈ സെൽഫ് ബാക്ക് വിത്ത് യു. അപ്പോൾ ആ ഒരു റീഗ്രറ്റ് വരുന്നുണ്ട്. ഓപ്പൺ അപ്പ് ആവാത്തതിൻ്റെ റീഗ്രറ്റ് വരുന്നുണ്ട്. കൺസ്ട്രെയിൻഡ് ആയിട്ടിരുന്നതിൻ്റെ റീഗ്രറ്റാണ് ഡിവൈൻ മാസ്കുലിനുള്ളത്. പിന്നെ ബ്യൂട്ടിഫുൾ, ഐ ലുക്ക് അറ്റ് യുവർ പിക്ചർ ഓഫൺ. അപ്പോൾ ഡിവൈൻ മാസ്കുലിൻ നിങ്ങളെപ്പറ്റി ഓർക്കുന്ന ആ ഒരു എനർജിയിലാണ്. മിക്കപ്പോഴും ഡിവൈൻ മാസ്കുലിൻസിന് അവരുടെ ഡിവൈൻ ഫെമിനിൻ സൈഡ് ആക്ടിവേറ്റ് ആവുന്നതും അവരുടെ ഇമോഷൻസൊക്കെ പർജ് ചെയ്ത് വരുന്നതും കാണാം. പലരുടെയും ഡിവൈൻ മാസ്കുലിൻസ് അവരുടെ ആ ഒരു ഫീലിങ്ങിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഡിവൈൻ ഫെമിനിൻ എനർജി ആക്ടിവേറ്റ് ആവുന്നുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ അവർക്ക് ആ ഇമോഷൻസൊക്കെ ഒന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
അതുകൊണ്ട് തന്നെ മുൻപ് ഡിവൈൻ ഫെമിനിൻ ഇരുന്ന ആ ഒരു സ്റ്റേറ്റിൽ ഇപ്പോൾ ഡിവൈൻ മാസ്കുലിൻ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അവർ ഇതുപോലെ ഓർമ്മകളൊക്കെ ഓർത്ത് സാഡ് സോങ്സൊക്കെ കേട്ട് അങ്ങനെ അതിലേക്ക് വീണ് പോകുന്നത് നമുക്ക് കാണാം. ചിലപ്പോൾ ആ ഒരു സാഡ്നെസ്സിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. അത് അവരെ പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ തടയുമെങ്കിലും ചിലപ്പോൾ അതവർക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സ്റ്റേജ് ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് പ്രൈവറ്റ് സെഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായി ഒരു പ്രൈവറ്റ് സെഷൻ ബുക്ക് ചെയ്യാൻ എൻ്റെ ചാനലിൻ്റെ അബൌട്ട് സെഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ അപ്ലൈ ചെയ്യുന്നതാണ്. ഒരു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് സെഷൻ എടുക്കാം. അപ്ഡേറ്റ് റെസൊണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.